എല്ലാവിധ ആശംസകളും. അടുത്തതിൻ്റെ പകർത്താനായിട്ട് നമ്മുടെ വികാരി ലാസറസിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും CLC ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് നമുക്ക് പതാക ഉയർത്തലിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് തന്നെ പ്രാർത്ഥന. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുറവി കാറ്റിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ആദ്യമേ തന്നെ എല്ലാവർക്കും 463ാമത്തെ ലോക CLC ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
അപ്പോൾ ഞാൻ സ്വാഗതം പറയാനായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മീറ്റിംഗിൽ എത്തിച്ചേർന്ന നമ്മുടെ വികാരിയച്ഛനും നമ്മുടെ ഡയറക്ടറുമായ ലാസർ കുട്ടിക്കാരനച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ കത്തി PCLCയുടെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വർക്കിംഗ് ഡയറക്ടർ അച്ഛൻ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഓടി നടക്കുന്ന നമ്മുടെ ഹോസ്റ്റൻ അച്ഛനെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹോസ്റ്റൻ അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രൊഫഷണൽ CLCയുടെ പ്രസിഡന്റ് ടോണി ചേട്ടനെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കൈക്കാരനായിട്ടുള്ള CM പോൾ ചേട്ടനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ പോളേട്ടനെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇപ്പോൾ വേദിയിൽ നമ്മുടെ ഷോബി ചേട്ടനെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജൂനിയർ CLCയുടെ പ്രസിഡന്റ്, അതുപോലെ സീനിയറിന്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ജയിനെയും രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം ഇത് കോമൺ ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് ജൂനിയറിലെയും സീനിയറിലെയും പ്രൊഫഷണൽ CLCയുടെ പങ്കുകൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും, അതേപോലെ തന്നെ CLC അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ കുറച്ച് പേരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. കത്തീഡ്രൽ CLC ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അതിനോടനുബന്ധിച്ചുള്ള സത്യപ്രതിജ്ഞയുമാണ് ഇപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത്. സത്യപ്രതിജ്ഞ ചൊല്ലിത്തരും, അത് ഏറ്റുചൊല്ലുക. കരങ്ങൾ വലത് കരം കെട്ടിപ്പിടിച്ച് ഉള്ളിൽ മൗനമായി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ ആത്മാവിൻ്റെ കൃപകൾ ഓരോ വ്യക്തികളിലും നിറയുന്നതിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ CLCയിലെ അംഗമായ ഓരോരുത്തരുടെ പേര് പറയുക. എന്ന ഞാൻ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ CLCയുടെ സ്ഥാനം ഓരോരുത്തർ പറയുക. എന്ന നിലയിൽ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും നിരന്തരം അങ്ങേക്ക് സേവനം ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. CLCയുടെ നിയമങ്ങൾക്കൊത്ത് ജീവിച്ചുകൊണ്ടും അധികാരികൾക്ക് വിനീതമായി കീഴ്വഴങ്ങിക്കൊണ്ടും സുഹൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടും ക്രിസ്തീയ പരിപൂർണതയിൽ വളർന്നു വരുവാൻ പരിശ്രമിച്ചു കൊള്ളാം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയനുസരിച്ച് വിശുദ്ധിയിലും വിനയത്തിലും സ്നേഹത്തിലും സഹനത്തിലും അനുദിനം വളർന്നു വരുവാൻ ഞാൻ യത്നിക്കുകയാണ്. പ്രാർത്ഥന, പഠനം, പ്രവർത്തനം ഇവ ആദർശമായി സ്വീകരിച്ചുകൊണ്ട് കുടുംബത്തിലും വിദ്യാലയത്തിലും രംഗങ്ങളിലും മറ്റുള്ളവർക്ക് മാതൃകയായി ഞാൻ വ്യാപരിച്ചു കൊള്ളാം. എൻ്റെ ഈ പ്രതിജ്ഞ പൂർണ്ണ ഹൃദയത്തോടെ പാലിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം നിത്യനിർമ്മലമായ പരിശുദ്ധ കന്യകാമറിയുടെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കും. ഒപ്പിട്ട് We will discover the Lord, left to sound.
സ്നേഹമുള്ള പരസ്പരം രജിസ്റ്റർ കൈമാറിക്കൊണ്ട് സ്ഥാനങ്ങൾ കൈമാറുകയാണ്. കൈകൾ അടിച്ചുകൊണ്ട് അടുത്തതായിട്ട് സെക്രട്ടറി, പഴയ സെക്രട്ടറിയെയും പുതിയ സെക്രട്ടറിയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ടുകൾക്ക് കൈമാറിക്കൊണ്ട് തോമസ് അടുത്തതായിട്ട് ട്രഷറർമാരെ, പഴയ ട്രഷററെയും പുതിയ ട്രഷററെയും സ്വാഗതം ചെയ്യുന്നു. കണക്ക് പുസ്തകങ്ങൾ പരസ്പരം കൈമാറുന്നു. കൈകളടിച്ചുകൊണ്ട് പുതിയതായിട്ട് സ്ഥാനമേറ്റ എല്ലാവർക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുന്നു. പ്രിയ അച്ഛന്മാരെ, കൂട്ടുകാരെ, ഏറെ സ്നേഹത്തോടുകൂടെ 463ാമത്തെ ലോക CLC ദിനത്തിന്റെ ആശംസകൾ ഏവർക്കും നേരുകയാണ്. CLC എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭക്ത സംഘടനയാണ് CLC. നമ്മുടെ രൂപതയുടെ നിയമാവലിയിൽ ഭക്ത സംഘടനയുടെ ലിസ്റ്റിലുള്ള ഒരു സംഘടനയാണ് CLC. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ ജീവിക്കാനായിട്ട്, പരിശുദ്ധ അമ്മയെ ഏറ്റവും അടുത്ത് അനുകരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. CLCയുടെ എല്ലാ മീറ്റിങ്ങിലും നമ്മൾ കൂടുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നമുക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥനയുണ്ട്. പുതിയതായിട്ട് ചേരുന്നവർക്കും എല്ലാ അംഗങ്ങൾക്കും നമ്മളൊരു പ്രാർത്ഥനാ പുസ്തകം കൈമാറുന്നുണ്ട്. പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന ഗുണങ്ങൾ ഈ ഒരു ഭക്തിയോടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് സ്വായത്തമാക്കാനാണ് നമ്മളെല്ലാവരും ഇതിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുക. ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും ബുദ്ധിമുട്ടുണ്ടായാലും എന്താഗ്രഹിക്കുന്നുവോ അത് മാത്രം നിറവേറ്റാനായിട്ട് പരിശ്രമിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഈ ഒരു വർഷം, പ്രത്യേകിച്ച് നമ്മുടെ ജൂബിലി വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ, ഈ ഒരു വർഷം CLC സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ദൈവം അതിന് നമുക്ക് നൽകുന്ന ഓരോ അവസരങ്ങളിലും ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിച്ചതുപോലെ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം അത് നമുക്ക് ആരിലൂടെ വെളിപ്പെടുത്തി കിട്ടിയാലും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുക. ചിലപ്പോൾ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വ്യക്തിപരമായിട്ടോ നമ്മുടെ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ ഉണ്ടാകും. പക്ഷെ അതെല്ലാം പരിശുദ്ധ അമ്മ സ്വീകരിച്ചതുപോലെ അത് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ഞാൻ എടുക്കുന്ന എന്നൊരു ത്യാഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായിട്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി ഈ ലോക CLC ദിനത്തിന്റെ എല്ലാ നന്മകളും ഏറെ സ്നേഹത്തോടെ നേരുന്നു. താങ്ക് യു. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് ടോമിച്ചനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. വികാരിച്ച ഓസ്റ്റിനച്ചൻ, മറ്റ് ആന്റണിച്ച, CLCയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഷോബി, പ്രിയ വേദിയിലെ പ്രിയ സുഹൃത്തുക്കളെ, പ്രിയ CLC അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, ഞാൻ ആദ്യമേ 463ാം ലോക CLC ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുകയാണ്. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം CLCയെ കുറിച്ചൊക്കെ അച്ഛൻ പറഞ്ഞു. വലിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഇവിടെ വിശദമായിട്ട് പ്രതിപാദിക്കും. നമ്മളൊക്കെ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്കറിയാം. നമ്മളിലൂടെ ഈ സമൂഹത്തിന് നന്മ കൈവരേണ്ടതിനാണ് നമ്മളൊക്കെ ഈ പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊക്കെ 40, 50, 55 വർഷം ആയി ഈ CLC പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ചവരാണ്. നമ്മുടെ ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോഴും എല്ലാം വളരെ മുൻകൂട്ടി നമ്മുടെ സമൂഹത്തിന് പ്രയോജനമോ വിധത്തിലാണ് നമ്മളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ശുദ്ധി വരുത്തേണ്ടതുണ്ട്. എല്ലാം മാതാവിലും പരിശുദ്ധ കന്യാമറിയത്തിലൂടെ നമുക്ക്
പക്കലിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് 6 മണിയുടെ കുർബാനയ്ക്ക് വന്നപ്പോൾ ആ CMI ഫാദറിന്റെ പ്രസംഗം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞത് ഭാരതവുമായി ബന്ധപ്പെട്ട് 8 വിശുദ്ധരുണ്ട്. 6 വിശുദ്ധര് ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് ഇവിടെ ഒരു സ്ഥലത്തില്ലാത്ത വിധത്തില് ഇരിഞ്ഞാലക്കുട രൂപതയ്ക്ക് കൈമുതലായിട്ട് 2 വിശുദ്ധ ഏപ്രാസമ്മയും മറിയം ത്രേസ്യയും. എന്തുകൊണ്ട് ഇരിഞ്ഞാലക്കുട ഇടവകയ്ക്ക് ഒരു വിശുദ്ധി ഒരു വിശുദ്ധൻ അല്ലെങ്കിൽ ഒരു വിശുദ്ധ ഉണ്ടായിക്കൂടാ എന്ന് അച്ഛൻ സൂചിപ്പിച്ചു. ഞാൻ അവസരത്തില് ഞാൻ എന്റെ ചിന്തയെ പോയത് നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ലക്ഷ്യം. ഞാനപ്പോൾ ഒരു തമാശ രൂപേണയല്ല, ഞാൻ അങ്ങനെ വിശുദ്ധന്റെ പേര് പറഞ്ഞപ്പോൾ കടന്നു വന്നത് നമ്മുടെ ജോസ് തട്ടിന്റെ മുഖമാണ്. കാരണം നിഷ്കളങ്കമായിട്ട് പ്രവർത്തിക്കുന്ന ഉള്ളില് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആൾക്ക് എന്തുകൊണ്ട് വിശുദ്ധനായിക്കൂടാ? തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങള് ദൈവം വിലയിരുത്തും. നമ്മുടെ മധ്യസ്ഥ വഴിയായിട്ട് അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ CLC അംഗം 50 വർഷം കഴിഞ്ഞ ഈ മാർച്ച് 25-ാം തീയതി ലോക CLC ദിനത്തിന്റെ 50 വർഷം പൂർത്തിയാക്കി നമ്മളൊരു മെമന്റോ കൊടുത്ത് ആദരിച്ച ശ്രീ ഫ്രാൻസിസ് കീറ്റിക്കന്റെ മകള് ശ്രീമതി ഫ്രാൻസിസ് ഡോക്ടറേറ്റ് ലഭിച്ചു. കഴിഞ്ഞ 8 വർഷമായിട്ട് നിരന്തരമായിട്ട് അതിനു വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നമ്മളെ കുറിച്ച് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സംഘടനയ്ക്ക് വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തില് ശ്രീമതി മരിയ ഫ്രാൻസിസിന് കത്തീഡ്രൽ CLCയുടെ വക എല്ലാവിധ ആശംസകളും. മരിയയ്ക്ക് മെമന്റോ കൊടുത്ത് ആദരിക്കുന്നതിന് വേണ്ടി വലിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛനെ ക്ഷണിച്ചുകൊള്ളും. ക്യാഷ് അവാർഡുമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ലാസർകുട്ടി കടന്നച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്യും. ലോക CLC ദിനത്തോടനുബന്ധിച്ച് നാം ചേരുന്ന ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മിസ്റ്റർ OS ടോമി ആമുഖ പ്രഭാഷണം നടത്തി നമ്മുടെ CLC ഉത്തരം വഹിക്കുന്ന ഏവർക്കും പ്രിയങ്കരനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഓസ്റ്റിൻ പാലക്കവച്ച CLCയുടെ പ്രസിഡന്റ് മിസ്റ്റർ നെൽസൺ KP, ഇന്ന് നാം ഇവിടെ ഒരു പ്രത്യേക വിഷയത്തിൽ റിസർച്ച് നടത്തി റിസർച്ചുമായി ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്ത ഡോക്ടറേറ്റ് ബിരുദം നേടി നമുക്ക് ഏവർക്കും സുപരിചിതയായ ശ്രീമതി മരിയ ഫ്രാൻസിസ് ഇന്നത്തെ ദിനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുവാനിരിക്കുന്ന സംസ്ഥാന CLCയുടെ പ്രസിഡന്റ് സെക്രട്ടറി
സെക്രട്ടറി മിസ്റ്റർ ഷോപ്പി, നമ്മുടെ ഇടവകയുടെ കൈക്കാരൻ മിസ്റ്റർ സി എം പോൾ, പിന്നെ പുതുതായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഭാരവാഹികൾ അജയ് KB, ആഷ്ലിയ, ജൂനിയർ CLCയുടെ പ്രസിഡന്റ്, പ്രിയമുള്ള മറ്റ് സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത യൂണിറ്റ് ഭാരവാഹികളെ, യൂണിറ്റ് അംഗങ്ങളെ, നമുക്ക് ഏറ്റവും പ്രിയങ്കരനും പ്രിയപ്പെട്ടവനും വളരെ ലാളിത്യം ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ കൊച്ചച്ഛൻ ആലുടിയച്ഛൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ CLC യൂണിറ്റിൻ്റെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും ഞാൻ ഇന്നത്തെ ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും സ്നേഹപൂർവ്വം നേരുകയാണ്. നമ്മൾ പലവട്ടം ആവർത്തിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മനസ്സുകളിൽ അത് പതിഞ്ഞു. അന്നത്തെ CLC വാർഷിക ദിനമാണ് എന്നുള്ളത്, അല്ലേ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് അതിനെ തിരഞ്ഞെടുക്കുക എത്രാമത്തെ ആണ് എന്നത്. വർഷങ്ങൾ പലതും കടന്നുപോയി. 4 നൂറ്റാണ്ട്, 5ാമത്തെ നൂറ്റാണ്ടിലേക്ക് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴക്കം ചെന്ന ഒരു ഭക്ത സംഘടനയാണ് CLC. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഓർമ്മകളിൽ തളിരിട്ട് നിൽക്കുന്ന പച്ചയായ ഒരു വടവൃക്ഷം പോലെ വളർന്ന, ഇന്നും പ്രസക്തമായിട്ടുള്ള സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന CLC. അത് നമ്മുടെ ഇടവകയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഈ CLC സംഘടന ഉണ്ട്. ഓരോ രാജ്യത്തും അത് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇടവക ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇടവക ജീവിതത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ CLC അംഗങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CLC എന്ന് പറയുമ്പോൾ അതിന് നാം കൊടുക്കുന്ന ഒരു വലിയ ആദരവുണ്ട്. ആ ആദരവ് നമ്മുടെ മുൻഗാമികളുടെ ജീവിതം വഴിയായിട്ട് നേടിയെടുത്തതാണ്. നമ്മുടെ മുൻഗാമികൾ, പൂർവ്വപിതാക്കൾ, അവരുടെ ജീവിതം വഴിയായി ഈ സംഘടനയ്ക്ക് ലഭ്യമായിട്ടുള്ള സത്വം, അത് നമ്മുടെ പൂർവികർക്കുള്ളതാണ്. ആ നിലനിൽക്കുന്ന പേരിനെ അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. അതുകൊണ്ട് തലമുറകൾ കൈമാറി നമുക്ക് ലഭിച്ച CLC പ്രക്ഷോഭം ഒരിക്കലും കുറയാതെ നമ്മുടെ ജീവിതം അടുത്ത തലമുറയ്ക്ക് നാം കൈമാറേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ വെല്ലുവിളി. ആ വെല്ലുവിളിയാണ് ഇന്നത്തെ ഈ വാർഷിക ദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുന്നത്. ഞാൻ ഏത് സംഘടനയുടെ അംഗമാണ്? ആ സംഘടനയുടെ ചൈതന്യം എന്താണ്? ആ സംഘടനയുടെ എന്താണ്? ആ സംഘടനയുടെ നേച്ചർ ഓഫ് ആക്ഷൻ എന്താണ്? അത് നമ്മൾ നല്ലതുപോലെ ധ്യാനിക്കണം. നമുക്കറിയാം, ആ ചൈതന്യം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ പരിശുദ്ധ അമ്മയുടെ സുഹൃത്തുക്കൾ സ്വന്തമാക്കാമെന്ന് പ്രതിജ്ഞ എടുക്കുന്നവരാണ് CLC. പരിശുദ്ധ അമ്മയുടെ സുഹൃത്തുക്കൾ. പരിശുദ്ധ അമ്മയുടെ സുഹൃതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്തു പറയുവാൻ കഴിയുന്ന സുഹൃതം പരിശുദ്ധ അമ്മയുടെ വിനയമാണ്, എളിമയാണ്, സഹനമാണ്, സ്നേഹമാണ്, ആഴമുള്ള അവർണ്ണനീയമായ വിശ്വാസമാണ്. അത് ആർക്കും ആ ഒരു വിശ്വാസം അത്തരത്തിൽ അത്ര ക്വാളിറ്റിയിൽ സ്വന്തമാക്കുക എളുപ്പമല്ല. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, വെറും 16-17 വയസ്സുള്ളപ്പോൾ ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയുടെ അടുക്കിൽ വന്നെന്നതുകൊണ്ട് പറഞ്ഞു, നീ ദൈവത്തിന്റെ അമ്മയാകാൻ പോവുകയാണ്. ഏതൊരു പെൺകുട്ടിയും ആ സമയത്ത് അഹങ്കരിക്കാതിരിക്കുന്നു. ഒരു സ്ത്രീയാണോ? തീർച്ചയായിട്ടും
അഹങ്കരിക്കുക തന്നെ ചെയ്യും. അത് ശുദ്ധമായ അഹങ്കാരമാകാം, അല്പം വ്യക്തിത്വം കലർന്ന അഹങ്കാരവും ആകാം. പക്ഷെ അത് അഭിമാനത്തിന്റെ മുഹൂർത്തമാണ്. എൻ്റെ ജന്മം ഇത്രമാത്രം ഉയർന്നൊരു ജന്മമാണ് എന്ന് മാലാഖ അടിവരയിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു വലിയ സർട്ടിഫിക്കറ്റാണ്. നന്മ സ്വസ്തി എന്ന് പറഞ്ഞു. നന്മ നിറഞ്ഞവളെ എന്ന അഭിമ കേട്ടപ്പോൾ തന്നെ അവർക്ക് സംശയം, ആകുലത വർദ്ധിച്ചു. അഭിമാനം അല്ല അവിടെ വരുന്നത്, ആകുലത, സംശയങ്ങളാണ്. ഈ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം മാലാഖ കൊടുത്തു കഴിയുമ്പോൾ അമ്മയ്ക്ക് പിന്നെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. പകരം ആ വിനയം, ആ എളിമ, താൻ ഒന്നുമല്ല, താൻ ചെറുതാണ്, വലുതല്ല, താൻ ഇത്രമാത്രം വലുതായി തന്നെ അവരോധിക്കാനായിട്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കുന്ന വേളയിൽ പരിശുദ്ധ അമ്മ തന്റെ മനസ്സുകൊണ്ട് താൻ വലുതായി എന്നല്ല ചിന്തിക്കുന്നത്, താൻ ഒന്നുമല്ല, ചെറുതാണ് എന്ന് ധരിക്കുന്ന മനോഭാവമാണ് വിശുദ്ധ മനോഭാവം, വിശുദ്ധരുടെ ഭാവം, വിശുദ്ധരുടെ സ്വഭാവം. നമ്മൾ അതാണ് ഉൾക്കൊള്ളേണ്ടത്. എത്രമാത്രം ഞാൻ വലുതാകുന്നുവോ അത്രമാത്രം ഞാൻ ചെറുതാകുന്നു എന്നുള്ള ഒരു വലിയ പ്രിൻസിപ്പിൾ, ഒരു തത്വം. എത്രമാത്രം ഞാൻ ജീവിച്ചുവോ അത്ര ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു പ്രിൻസിപ്പിൾ, ഒരു ദർശനം. ഓർക്കണം, നാം ജനിച്ച നിമിഷം മുതൽ ഞാൻ മരണത്തിന്റെ കുഴിമാടത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള വിചാരം. മരണത്തിന്റെ കുഴിമാടത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുന്നു ജനിച്ച നിമിഷം മുതൽ. എങ്കിൽ ഞാൻ 60 വർഷം ജീവിച്ചാൽ, ഞാൻ 30 വർഷം ജീവിച്ചാൽ, ഞാൻ 40 വർഷം ജീവിച്ചാൽ, ഞാൻ 70 വർഷം ജീവിച്ചാൽ, എൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ഭൗതിക ദേഹം അടക്കം ചെയ്യുന്ന ആ കുഴിമാടത്തിലേക്ക് ഞാൻ അത്രമാത്രം അടുത്തു എന്നർത്ഥം. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ജീവിതം becomes shorter and shorter, small and smaller and the smallest. ചെറുതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ജ്ഞാനികളായിട്ടുള്ള മനുഷ്യർ, ജീവിച്ച് അനുഭവം സ്വന്തമാക്കിയ മനുഷ്യർ കരുതലായി, ശേഖരമായി അവരുടെ കൂടെ പിടിക്കുന്നത്. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് നമ്മുടെ കൊച്ചച്ഛനും അതേപോലെ ജൂനിയർ CLCയുടെ വർക്കിംഗ് ഡയറക്ടറുമായ ആന്റണി അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഏറ്റവും സ്നേഹനിറഞ്ഞവരെ, CLC സംഘടനകളുടെ ഡയറക്ടർ സ്നേഹം നിറഞ്ഞ വികാരി അച്ഛൻ കാസർകുട്ടി കാരണച്ചൻ, CLC ഭാരവാഹികളെ സ്നേഹം നിറഞ്ഞവരെ, വിശക്കണ്ട ശരിയാക്കിയ നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ്. CLCയുടെ ഈ ലോക CLC ദിനത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ ആശംസകൾ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ കുഞ്ഞു വാക്ക് ഇതാണ്. എലിസബത്തിനെ കാണാൻ പരിശുദ്ധ അമ്മ കാണിക്കുന്ന ഒരു തിടുക്കമുണ്ട്. ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ. ഞാനിവിടെ വന്ന ദിവസം കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസം ആവാനായി. ഞാനിവിടെ നോക്കുമ്പോൾ പ്രവർത്തനങ്ങൾക്കും തിടുക്കം കാണിക്കുന്ന ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് CLCക്കാരായിട്ട് എനിക്ക് തോന്നിയാണ്. ഒരു സിമ്പിളായിട്ടൊരു കാര്യം, ഞങ്ങളുടെ ജൂനിയർ CLCയുടെ പിള്ളേരുകളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു CLCയുടെ ദിനം നടക്കുള്ളൂ, നമുക്ക് എന്തിട്ട് ചെയ്യാൻ പറ്റാം. ഞാൻ 2 ദിവസം, ഒരു പരീക്ഷയാണ്, 2 ദിവസം മുമ്പ് അവരോട് പറഞ്ഞു ഒരു ഫ്ലാഷ് മോബ് വിളിച്ചാലോ, വെറുതെ പറഞ്ഞോളൂ. പക്ഷെ 9 പേര് അവിടെ ഒരുമിച്ച് ചേർന്ന്, കുട്ടികളൊക്കെ ഒരുമിച്ച് ചേർന്ന് 2 ദിവസം കൊണ്ട് ചെയ്താണ് കുട്ടികൾ. ഇന്നലെ പരീക്ഷ കഴിഞ്ഞിട്ട് വൈകുന്നേരം വന്നവർ ചെയ്തു. ഇന്നലെ വൈകുന്നേരം ഉണ്ടായ ഡെക്കറേഷൻ ഞാൻ വെഞ്ചിരിപ്പുറ പോണ സമയത്ത് അവിടെ ഒന്നും കണ്ടില്ല. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഈ യുവജനങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്ന് കാണാറില്ല, അതുപോലെ ഈ കാര്യം മാത്രമേ കഴിഞ്ഞ ദിവസം നോമ്പ് നടത്തിയ സമയത്ത് അതുപോലെ പ്രൊഫഷണൽ CSCയിലെ ആൾക്കാരൊക്കെ നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ വായിച്ചു കേൾക്കാറുണ്ട്. ഇത്തരത്തിൽ നന്മ ചെയ്യാൻ ഒരു തിടുക്കം കാണിക്കുന്നുണ്ട്. ഈ തിടുക്കം കുറച്ചും കൂടി ഒരു സന്തോഷവും സമാധാനം കുറച്ചും കൂടി അരൂപി നൽകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഭയോട് കൂടെ ചേർന്ന്, ഈ പരിശുദ്ധ അമ്മയുടെ ഈ കൂട്ടായ്മയോട് ചേർന്ന്, നമ്മുടെ ഈ ഇടവ കൂട്ടായ്മയോട് വികാരിച്ചോടൊക്കെ ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് കൂടുതൽ നന്മയായിട്ട് മാറും. എനിക്ക് തോന്നുന്നു അങ്ങനെ ഈ സഭയോട് കൂടെ ചേർന്ന്, ഈ കൂട്ടായ്മയോട് ചേർന്ന് കൂടുതൽ നന്മ തിടുക്കത്തോടെ ചെയ്യാൻ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് നമ്മുടെ കൈക്കാരനായ CM പോൾച്ചേനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു.
50-ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന CLC അംഗങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ പുതിയതായിട്ട് ഈ സംഘടനയിൽ അംഗത്വമെടുത്തവർക്കും നിലവിൽ ഭാരവാഹികളായിരുന്നവർ നമ്മുടെ സംഘടനകൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ സംഘടനകളും നന്ദി സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മഹായിടവകയിൽ എല്ലാ യൂണിറ്റുകളും യൂണിറ്റ് തന്നെ 74 യൂണിറ്റും അതുപോലെ തന്നെ 8 മേഖലകളാക്കി കൊടുത്തു. എല്ലാം നമ്മുടെ യുവാക്കളും ഏത് തരത്തിൽപ്പെട്ട എല്ലാവരും ആളുകൾക്കും CLC-യിലാക്കുമ്പോൾ പറ്റുമല്ലോ. ഈ സാഹചര്യത്തിൽ എല്ലാവരും അതിലേക്ക് അംഗങ്ങളായി കൊണ്ടുവരാനായിട്ട് സുമോട്ടുള്ള പ്രവർത്തനങ്ങൾ ഭാഗത്തുണ്ടാവണം. അത് ഞങ്ങളുടെ സംഘടനകളും എല്ലാ സംഘടനകളും ഉണ്ടാവും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ മാത്രമേ നന്ദി. അടുത്തതായിട്ട് ആശംസകൾ സംസാരിക്കുന്നതിന് നമ്മുടെ കത്തീഡ്രൽ CLC അംഗവും അതേപോലെ തന്നെ സ്റ്റേറ്റ് CLC-യുടെ സെക്രട്ടറിയുമായ ഷോബു ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഈ യോഗത്തിന് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട വികാരിച്ച അതിനെ ടോം ചേട്ട, പ്രിയമുള്ള CLC കുടുംബങ്ങൾ, നമുക്കറിയാം ഇന്ന് 163 ലോക CLC നമ്മുടെ ഇടയിൽ കൊണ്ടാടുകയാണ്. ആ CLC എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. ഒപ്പം ഈ വേദിയിൽ ഈ ചടങ്ങിൽ വെച്ച് രണ്ട് കൂട്ടരെ ഞാൻ ആദരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം കത്തീഡ്രൽ CLC നല്ല രീതിയിൽ നയിച്ചത് നെൽസന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. നെൽസൺ പ്രസിഡന്റായിട്ടും തോമസ് സെക്രട്ടറിയായിട്ടും ജിസ്റ്റോ ട്രഷറുമായിട്ടുള്ള ടീമാണ് കഴിഞ്ഞ 2 വർഷക്കാലം CLC നല്ല രീതിയിൽ മുന്നോട്ട് പോയത്. CLC പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ അവർ ഒത്തിരിയേറെ പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഈ വേളയിൽ അഭിനന്ദിക്കുകയാണ്. ഒത്തിരിയേറെ നെൽസൺ CLC പ്രസ്ഥാനം ഒഴിഞ്ഞോടുകൂടി 8 വർഷമായിട്ട് പ്രസിഡന്റായിരുന്ന സെന്റ് ആനീസ് യൂണിറ്റ് പ്രസ്ഥാനം ഒഴിഞ്ഞു എന്നാണ് അറിയുന്നത്. എന്നിരുന്നാലും യൂണിറ്റിലും CLC-യിലും സജീവമായിട്ട് തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ ഭാരവാഹികളായിട്ട് സ്ഥാനമേറ്റത് കത്തീഡ്രൽ CLC-യുടെ വളർന്നുവരുന്ന താരങ്ങളായിട്ടുള്ള അജയ്, അതുപോലെ സെക്രട്ടറി റോഷൻ, ട്രഷറർ തോമസ് ഇവരൊക്കെയാണ്. ഒത്തിരിയേറെ നേതൃത്വ പാഠവത്തിലേക്ക് അവർ വളരാൻ സാധിക്കണം. അജയെ കുറിച്ചറിയാം. അജയുടെ പിതാവ് നമ്മുടെ ഇടവകയിൽ തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ സജീവ മെമ്പറാണ്. ഒപ്പം മുനിസിപ്പൽ കൗൺസിലറാണ്. ഒത്തിരിയേറെ നേതൃത്വ പാഠമുള്ള കുടുംബത്തിലാണ് അജയ് വന്നിരിക്കുന്നത്. അജയ്ക്ക് CLC നല്ല രീതിയിൽ നയിക്കാൻ സാധിക്കുമെന്ന് കുറച്ച് വിശ്വാസമുള്ളതാണ് അജയ് തെരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ സെക്രട്ടറിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ റോഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ 80ഓളം വരുന്ന കുടുംബസമ്മേളന യൂണിറ്റുകളുടെ ഇലക്ഷനിലെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ആ ലിസ്റ്റ് നോക്കുമ്പോൾ പ്രസിഡന്റായിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കാം റോഷൻ തോന്നുന്നു. കോളേജിൽ ക്രൈസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഞാനടങ്ങുന്ന സെക്രട്ടറി യൂണിറ്റിൻ്റെ കുടുംബസമ്മേളന സെക്രട്ടറി ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ റോഷനും നല്ല രീതിയിൽ മുന്നോട്ട് CLC നയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തോമസ് കഴിഞ്ഞ 2 വർഷക്കാലം നെൽസൺ പ്രസിഡന്റായിരിക്കുമ്പോൾ സെക്രട്ടറി എല്ലാ കാര്യങ്ങളും ചുക്കാൻ പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ CLC അംഗങ്ങളെയും കൃത്യമായിട്ട് കോർപ്പണിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തോമസ് സഹായിച്ചു. തോമസാണ് ട്രഷറർ എല്ലാവിധ മംഗളും നേരുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങിയത് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രൊഫഷണൽ CLC-യുടെ ട്രഷറായിരുന്ന ഫ്രാൻസിന്റെ മകളാണ് മരിയ. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞാനൊക്കെ 92-ൽ CLC ടോമിച്ചേട്ടൻ, ഫ്രാഞ്ചേട്ടൻ, ജോയിച്ചേട്ടൻ, വൈക്കേട്ടൻ, പൗലസേട്ടൻ അവരൊക്കെയാണ് CLC-യിൽ അന്ന് നല്ല രീതിയിൽ നമുക്കൊക്കെ നേതൃത്വം നൽകിയത്. അന്ന് ഞാൻ വരുമ്പോൾ പ്രസിഡന്റ് സൈമുളിക്കനായിരുന്നു. അന്ന് വൈസ് പ്രസിഡന്റ് തോമസ് ഏട്ടനായിരുന്നു. അന്ന് സെന്റ് മേരീസിന്റെ ചെറിയ മീറ്റിംഗ് കൂടിയിരുന്നത്. അവരൊക്കെ നല്ല ദീർഘമായിട്ടുള്ള പ്രവർത്തനവും നല്ല ദീർഘവീക്ഷണമുള്ള പ്രവർത്തനമൊക്കെയാണ് ഇന്ന് എനിക്കൊക്കെ ഈ വേദിയിൽ നിൽക്കാനായിട്ട് സാധിച്ചതെന്നുള്ള ഞാൻ നല്ലോണം ശ്രമിക്കുകയാണ്. ഈ വേദിയിൽ മരിയ ഫ്രാൻസിസ് ഡോക്ടറേറ്റ് എടുത്തു. നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്കേറെ അഭിനന്ദിക്കാം. CLC കുടുംബത്തിൽ നിന്ന് ഒരാൾ ഉയർച്ചയിൽ എത്തിച്ചേർന്ന് നമുക്കേറെ സന്തോഷമുണ്ട്. ഒത്തിരിയേറെ മംഗളഭാവങ്ങൾ നേർന്നുകൊണ്ട് മരിയയ്ക്ക് മംഗളഭാവം നടത്തുന്നു. ജയ് CLC. മറുപടി പ്രസംഗത്തിനായിട്ട് ശ്രീമതി മരിയ ഫ്രാൻസിസിനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ സ്വാഗതം. It has been
I would say it has been an incredible journey of my 7 years of my PhD, to be exact 9 years and 11 months. I had millions of reasons to quit PhD program instead of pursuing it, but now I'm standing here in front of you as achieving the highest degree one can achieve. I'm grateful to Lord Almighty. And next, ഇത്രയും ലൈക്ക് ഈ 7 വർഷം എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയപ്പനാണ്. ലൈക്ക് അവർ ഞാൻ എന്തെങ്കിലും പരിപാടിക്ക് വരില്ല എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇതേപോലെ ഓക്കെ ഇറ്റ്സ് ഓക്കെ സാറില്ല നെക്സ്റ്റ് ഇയർ വരാം അങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ടിന്യൂസ്ലി മോട്ടിവേറ്റ് ചെയ്തത് അവരാണ്. ഈവൻ ദോ ലൈക്ക് ഐ വാസ് ഗോയിങ് ത്രൂ when I try to explain them, എനിക്കറിയാം അവർക്ക് അവർക്ക് ഓൾമോസ്റ്റ് ഒന്നും മനസ്സിലാവും, ബട്ട് സ്റ്റിൽ അവരത് കേൾക്കും. they will be like okay it's okay like keep another experiment. like ഞാൻ PhD എടുത്തത് കെമിസ്ട്രിയിലാണ്. സോ എന്തെങ്കിലും എക്സ്പെരിമെന്റ് വർക്ക് ആവാതിരിക്കുക അല്ലെങ്കിൽ if it goes wrong or it goes bad or any accident happens in the lab, so അവർക്കൊന്നും മനസ്സിലാവില്ല, but still they will like okay keep another round, keep another set, try the next day, maybe keep calm and do the reaction again. Like it has been a constant support. I'm grateful for both of them, Amma and Appan. And again I have been I think ഇതെൻ്റെ ഫസ്റ്റ് ഓഫ് ദ ലൈക്ക് റെക്കഗ്നിഷൻ ആണ്. and I'm grateful to Tommy uncle ഈ നിങ്ങളുടെ ഇത്രയും വിഷസ് ആയിട്ടുള്ള ഫംഗ്ഷനിൽ എന്നെ ആദരിക്കുക. and I'm really grateful to all the members. And again I wish to have your blessings and prayers to continue my research career. Thank you. അടുത്തതായിട്ട് ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിനായിട്ട് സീനിയർ CLCയുടെ പ്രസിഡന്റ് അജയനെ ഏറ്റവും സ്നേഹത്തോടെ തന്നെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന വികാരി ലാസർ കുട്ടിക്കാടൻ അച്ഛ, നമ്മുടെ വർക്കിംഗ് ഡയറക്ടർ ഓസ്റ്റിൻ അച്ഛ, ആന്റണി അച്ഛ, നെൽസൺ ചേട്ട, ഷോബി ചേട്ട, പോളിച്ചേട്ട, ആഷ്ലി, എൻ്റെ CLC അംഗങ്ങളെ, ഇന്നത്തെ ഈ യോഗം വളരെ നടത്താനതിനെ പറയുന്നെന്ന് സഹായിച്ച കൺവീനർ അലനും, അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഫ്ലാഷ് മോബ് ചെയ്ത ഭംഗിയായി ചെയ്ത ജൂനിയർ CLCയിലെ എല്ലാ ഗേൾസിനോടും അതുപോലെ എൻ്റെ CLC ഫാമിലിയിലെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ CLC മെമ്പർമാരില് സീനിയർ മെമ്പർമാരിൽ 4 പേര് കഴിഞ്ഞ 2 വർഷത്തിലുള്ള 5 പേര് വിവാഹം കഴിച്ചു. അവര് മത്സരിച്ച് വിവാഹം കഴിച്ചു. ഡേവിസ് ഓട്ടക്കാരൻ, അമല്, പിന്നെ ജിസ്റ്റോ, ജോസ്റ്റിൻ, ക്ലിൻസ്. അതിൽ ജിസ്റ്റോ ഒഴിച്ച എല്ലാവരും ഒരു ലക്ഷ്യസ്ഥാനത്ത് നമ്മള് 3 പേര് അവര് ഭാര്യമാരും പ്രസവിച്ചു. അവര് ഡേവിസിന്റെ ഭാര്യ പ്രസവിച്ചു. അതുപോലെ തന്നെ ജിസ്റ്റോന്റെ അമ്മന്റെ, നമ്മുടെ ക്ലിൻസിന്റെ ഭാര്യ പ്രഗ്നൻസി സമയത്താണ് ജിസ്റ്റോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരാണ് ഈ മിഠായി ഇവിടെ തന്നിരിക്കുന്നത്. അവരുടെ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടിയാണ് ഇവിടെ മിഠായി തന്നിരിക്കുന്നത്. അവർക്ക് എല്ലാവിധ ആശംസകളും. കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളെയും അത് ആദരിക്കുന്ന ഞങ്ങളെയും ആത്മീയവും ശാരീരികവും ബൗദ്ധികവും കൃപകൾ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമേ. എപ്പോഴും എന്നേക്കും ആമേൻ. ശംസികായിക്ക് എല്ലാവരും ഭക്ഷണം